അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുന്നു, സ്വാലിഹായ നല്ല കൂട്ടുകാരൻ കസ്തൂരി വിൽക്കുന്നവനെ പോലെയാണ്. നീ അവൻ്റെ അടുക്കൽ ഇരിക്കുകയാണെങ്കിൽ നിനക്ക് അല്പം കസ്തൂരി ഹദിയായി നൽകിയേക്കും. അതുമല്ലെങ്കിൽ നിനക്കത് വാങ്ങുകയും ചെയ്യാം. ഇത് രണ്ടുമായില്ലെങ്കിലും സമീപത്തിരിക്കുന്നതിനാൽ കസ്തൂരിയുടെ സുഗന്ധം കൊണ്ട് സന്തോഷം ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ദുഷിച്ചവനായ കൂട്ടുകാരൻ്റെ ഉപമ കൊല്ലൻ്റെ ഉലയുടെ അടുത്തിരിക്കുന്നവനെ പോലെയാണ്. അവൻ്റെ ഉലയിൽ നിന്നും വല്ല തീപ്പൊരിയും പറന്നു പറ്റുകയാണെങ്കിൽ വസ്ത്രം കരിഞ്ഞു പോകും. അത് സംഭവിക്കുന്നില്ലെങ്കിൽ തന്നെയും ദുർഗന്ധവും പുകയും ഏറ്റുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ഒരു ഹദീസിൽ വരുന്നു, മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കുന്നതാണ്. ആരോടാണ് കൂട്ടുകൂടി നടക്കേണ്ടതെന്ന് അവൻ നല്ലവണ്ണം ചിന്തിച്ചു കൊള്ളട്ടെ. അതായത് അടുത്തിരിക്കുകയും സഹവസിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രതിഫലനം ഉദ്ദേശിക്കാത്ത നിലയിൽ തന്നെ ക്രമേണ മനുഷ്യനിൽ പകർന്നുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ മനുഷ്യൻ കൂട്ടുകാരൻ്റെ ആദർശത്തെ തന്നെ സ്വീകരിക്കാൻ ഇടയായേക്കും. അതുകൊണ്ട് തന്നോട് സഹവസിക്കുന്നവൻ്റെ ദീനിയായ സ്വഭാവത്തെക്കുറിച്ചും നല്ലതുപോലെ ചിന്തിക്കേണ്ടതാണ്. ദീനില്ലാത്തവരുടെ കൂട്ടത്തിൽ അധികമായിരിക്കുന്നത് കൊണ്ട് ദീനില്ലായ്മ മനുഷ്യനിലുണ്ടായിത്തീരുന്നതാണ്. ഇക്കാര്യം ദിനവും നമുക്ക് അനുഭവപ്പെടുന്നുമുണ്ട്. മദ്യപാനികളുടെയും മയക്കുമരുന്നുകാരുടെയും ചൂതുകളിക്കാരുടെയും കൂട്ടത്തിൽ അല്പദിവസം സഹവസിക്കുകയാണെങ്കിൽ ആ രോഗം സഹവസിക്കുന്നവനിലും പകരുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ റസീൻ അവർകളോട് കൽപ്പിച്ചു, ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ. അക്കാര്യം മുഖേന ഇരുലോക നന്മക്കും കാരണമാകുന്ന വസ്തു കരസ്ഥമാക്കാൻ നീ പ്രാപ്തനായിത്തീരും. അള്ളാഹുവിന് ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ മജ്ലിസിലിരിക്കുക. നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിന്റെ കഴിവനുസരിച്ച് അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് നിന്റെ നാവിനെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹുവിൻ്റെ പേരിൽ സ്നേഹിക്കുകയും അള്ളാഹുവിൻ്റെ പേരിൽ മാത്രം വിരോധം വെക്കുകയും ചെയ്യുക. അതായത് ആരെയെങ്കിലും സ്നേഹിക്കുകയോ വിരോധം വെക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമായിരിക്കണം. ഒരിക്കലും സ്വന്തം താല്പര്യത്തിന് വേണ്ടി ആകരുത്. അള്ളാഹു സുബ്ഹാനഹു തആല കാര്യങ്ങൾ യഥാർത്ഥമായ രീതിയിൽ മനസ്സിലാക്കി നല്ല കൂട്ടുകാരുമായി കൂട്ടുകൂടാൻ നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.